അർബുദ രോഗിയെന്ന കള്ളം പറഞ്ഞ മുൻ സഹപാഠികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ ആൾ അറസ്റ്റിൽ. തൊടുപുഴ കരിമണ്ണൂർ സ്വദേശി സി ബിജുവാണ് പിടിയിലായത്. വാട്സപ്പിൽ സന്ദേശം അയച്ചും ശബ്ദം മാറ്റുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും ബന്ധുക്കളുടെ പേരിൽ വിളിച്ചുമാണ് തന്ത്രപരമായാണ് ഇയാൾ പണം തട്ടിയത്. പാലായിലെ ഒരു കോളേജിൽ മുമ്പ് പഠിച്ചിരുന്ന ബിജു അക്കാലത്തെ സഹപാഠികൾ ഉൾപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായിരുന്നു. പിന്നീട് താൻ അർബുദബാധിതനാണെന്ന് കാണിച്ച ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. തുടർന്ന് അമ്മാവനെന്ന് പരിചയപ്പെടുത്തി പ്രായമുള്ള ഒരാൾ ഗ്രൂപ്പ് അംഗങ്ങളെ വിളിച്ചു. ബിജു സാമ്പത്തിക ബുദ്ധിമുട്ടിലാണെന്നും സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടു. രോഗവിവരം വിശ്വസിച്ച സഹപാഠികൾ ചികിത്സയ്ക്കായി പണപ്പിരിവ് തുടങ്ങി. 10 ലക്ഷത്തോളം രൂപ പിരിച്ചു നൽകി. ശബ്ദം മാറ്റുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച ഇയാൾ തന്നെയായിരുന്നു സഹായം അഭ്യർത്ഥിച്ച് വിളിച്ചത്. തുടർന്ന് സഹോദരി എന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീ ശബ്ദത്തിൽ ഇയാൾ അധ്യാപകരെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു. അവരും പണം പിരിച്ചു നൽകി. 15 ലക്ഷത്തോളം രൂപ ഇങ്ങനെ തട്ടിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. തമിഴ്നാട്ടിലെ ഒരു ആശുപത്രിയിലെ ചികിത്സാരേഖകളും ഇയാൾ വ്യാജമായി ചമച്ച വാട്സപ്പ് ഗ്രൂപ്പിലിട്ടിരുന്നു. ഇതിനിടെ സഹപാഠികൾ അമ്മാവന്റേതെന്ന് പറഞ്ഞ നമ്പറിലേക്ക് വിളിച്ചു. എന്നാൽ ഇനി അവനില്ലെന്ന ഉത്തരമാണ് ലഭിച്ചത്. എന്നാൽ പിന്നീട് തൊടുപുഴയിൽ വെച്ച് ഒരാൾ ബിജുവിനെ കണ്ടു. ബിജു പുതിയ കാർ വാങ്ങിയതായി മനസ്സിലായി. ഇപ്പോഴാണ് തട്ടിപ്പിന്റെ ഇരയായ കാര്യം ഗ്രൂപ്പ് അംഗങ്ങൾ അറിയുന്നത്. തുടർന്ന് 50 പേർ ഉൾപ്പെട്ട തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎസ്പി MR മധുബാബുവിന്റെ നേതൃത്വത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.